മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. അയ്യപ്പ സംഗമത്തിന് തൊട്ടു പിന്നാലെ ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കാൻ സർക്കാർ. സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പാണ് സംഘാടകർ. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ഈ ഒരു അയ്യപ്പ സംഗമത്തിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അയ്യപ്പ സംഗമം തന്നെ ഏറെ വിവാദമായിരുന്നു. പ്രത്യേകിച്ച് അത് കോടതിയുടെ മുന്നിൽ വരെ എത്തിയിരുന്നു. അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്തുകൊണ്ടാണ് ഹർജി ഹൈക്കോടതിയിൽ വരെ എത്തിയത്. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഒരു ന്യൂനപക്ഷ സംഗമത്തിന് വേണ്ടി സർക്കാർ ശ്രമിക്കുന്നത്. ഇത് പ്രത്യേകിച്ചും ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, ഇത് ഒക്ടോബർ മാസത്തിൽ സംഘടിപ്പിക്കും. കൊച്ചിയോ കോഴിക്കോടോ ആയിരിക്കും വേദി. ഇപ്പോൾ സംസ്ഥാനത്ത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ന്യൂനപക്ഷ വകുപ്പാണ് സംഘടിപ്പിക്കുന്നതെങ്കിൽ അവർ പറയുന്നതനുസരിച്ച് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒരു നീക്കമല്ല. പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ ജോലി ചെയ്യുന്ന പല ന്യൂനപക്ഷ സമുദായ അംഗങ്ങളുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനും അവരുടെ ജോലി സംബന്ധിച്ച കാര്യങ്ങളിലെ വിഷമതകൾ അറിയാനും വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു സംഗമം സംഘടിപ്പിക്കുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റൊരു രാഷ്ട്രീയ നീക്കവും ഇല്ല എന്നാണ് ന്യൂനപക്ഷ വകുപ്പ് ഇപ്പോൾ മറുപടിയായി പറയുന്നത്. എന്തായാലും ഈ അയ്യപ്പ സംഗമത്തിന് തൊട്ടു പിന്നാലെ ഒരു ന്യൂനപക്ഷ സംഗമം എന്നുള്ളത് വലിയ തരത്തിൽ രാഷ്ട്രീയ ചർച്ചയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും മത സാമുദായിക സംഘടനകളുടെ ആളുകളൊക്കെ തന്നെ ഇപ്പോൾ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. സാധാരണ മതപരമായ കാര്യങ്ങൾ, ന്യൂനപക്ഷപരമായ കാര്യങ്ങളൊക്കെ ഇടപെടുന്നതിന് മതസംഘടനകളുണ്ട്. അതിലേക്ക് ഒരു രാഷ്ട്രീയത്തിന്റെ ആവശ്യകത ഇല്ല എന്ന തരത്തിലൊക്കെയാണ് ആളുകൾ പ്രതികരിക്കുന്നത്. ഒപ്പം മറ്റൊരു കാര്യം, ഈ സംഘവുമായി ബന്ധപ്പെട്ട് ആരെയൊക്കെ ക്ഷണിക്കണം എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. പ്രത്യേകിച്ചും ഈ ക്രിസ്തീയ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ പങ്കെടുപ്പിച്ചാണ് ഈ സംഘം സംഘടിപ്പിക്കുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഇത്തരത്തിലൊരു നീക്കം സർക്കാർ തയ്യാറെടുക്കുന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശരി, അയ്യപ്പ സംഗമത്തിന് തൊട്ടു പിന്നാലെ ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കാൻ സർക്കാർ. സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പാണ് സംഘാടകർ. കൊച്ചിയിലോ കോഴിക്കോടോ വേദിയാകും. ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനാണ് സംഘടിപ്പിക്കുന്നതെന്ന് ന്യൂനപക്ഷ വകുപ്പ് അറിയിച്ചു. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.